എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ ഈ ജബാർ മാഷൊക്കെ ഫോളോ ചെയ്യുന്ന ആളാ. ശരി. ഗൾഫിലാണ്, മുസ്ലിംസ് അല്ല കേട്ടോ, പേര് ഞാൻ പറയണ്ടല്ലോ, മുസ്ലിം അല്ല. ഞാൻ പക്കാ നിരീശ്വരാബാദിയാണ്. ഒരു 30 വയസ്സ് 31 വയസ്സൊക്കെ ആകുമ്പോഴേക്കുന്ന ശരിക്കും 10 ഇപ്പൊ 40 വയസ്സായി. നിങ്ങളുടെ വയസ്സ് തന്നെയായിരിക്കും, ഏതാണ്ട് 84 അപ്പോൾ ഞാൻ മറ്റേ ഈ ഇടുക്കിയില് മറ്റേ ഈ കൊച്ചിനെ കൊന്ന് കെട്ടിത്തൂക്കിയില്ല, ആ ഒരു സംഭവം വന്നതിന് ശേഷമാണ് ശരിക്കും ദൈവത്തിനോടൊക്കെ ഉള്ള ഒരു വെറുപ്പ്. അങ്ങനെ ഒരുപാട് നായി കടിച്ചു കൊന്നല്ലേ ഒരു പയ്യനെ, അങ്ങനെയൊക്കെ ദൈവത്തിനോടുള്ള ഒരു അങ്ങനെയല്ല ഇത് കുറഞ്ഞു. പിന്നെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ അറബികളായിട്ട് നല്ല കമ്പനി, അങ്ങനെ അറബികളായിട്ട് സംസാരിച്ച കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വിളിച്ചത്. അപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യം സംസാരിക്കാൻ. ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായി നിങ്ങളെ. എന്നോട് ഞാൻ ഒരു കാര്യം ഞാൻ അറബീനോട് സംസാരിച്ചു. എൻ്റെ നാട്ടിലൊക്കെ പണ്ട് അങ്ങനെ ഈ പൈസക്കാരുടെ കല്യാണത്തിന് അവിടെയാണ് മറ്റേ ഈ ബിരിയാണികളും അങ്ങനെ ബിരിയാണികളൊക്കെ ഉണ്ടാകുക. ഞങ്ങളുടെ വീട് മകൾക്ക് എപ്പെങ്കിലൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു വിവാഹം, അതായത് പിന്നോക്കം, ഞാൻ അങ്ങനെ പറയല, പിന്നെ ഞാനൊരു പിന്നോക്കം വിവാഹത്തിൽപ്പെട്ടു. അവിടെ ഒരു വിവാഹം വന്നിട്ട്, അതായത് ഈ കഴിച്ചത് 10-20 കൊല്ലം മുമ്പുള്ള കഥയുണ്ട്, 20-25 കൊല്ലം, എനിക്കൊരു 14-15. ഈ കഴിച്ച വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു കുയ്യിലിടും. ആ കുയ്യെന്ന് എടുത്തോണ്ട് പോയി തിന്ന ഒരു വിവാഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടില്. അപ്പൊ ഞാനിത് ഈ അറബീനോട് സംസാരിച്ച് ഈ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇത് ഒരു പർട്ടിക്കുലർ വിവാഹത്തിൽപ്പെട്ട ആൾക്കാരെ വീട്ടിൽ നിന്നാണ് ഇത് നടന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോ ലിജീഷ് ലാ 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 ഇങ്ങനെയൊക്കെ പറഞ്ഞ അവര് യഥാർത്ഥ മതം, എനിക്ക് മതം പറയുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയാതെ അത് മതം നിങ്ങൾക്ക് ഉദ്ദേശിച്ചോ, അവർ യഥാർത്ഥ മതമല്ല, അവര് കൺവേർട്ട് ചെയ്ത മതമായിരിക്കും. അല്ലാണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന അറബി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തിൽ ഒരാൾക്ക് അതൊരിക്കലും കണ്ടു നിൽക്കാനാകില്ല, അത് തെറ്റാണ്. അങ്ങനെ കണ്ടിട്ടുണ്ട് അവൻ ഒരിക്കലും പിന്നെ അതായത് ശരിയാണ് അല്ലേ? എന്റെ അടുത്ത് പിന്നെ കളയാൻ പറ്റില്ല ഒരു കാരണവശാലും. അല്ല, വേസ്റ്റ് ആയി കളയുന്നല്ല പറഞ്ഞു. കല്യാണത്തിന്റെ സദ്യയൊക്കെ ആരെ കണ്ടാലും എടുത്ത് കൊടുക്കണം എന്നാണ്. അല്ല, സദ്യയല്ല. ഞാൻ നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ പാലക്കാടാണ്, നിങ്ങളുടെ പാലക്കാട് മണ്ണാർക്കാടാണെന്നൊക്കെ എനിക്കറിയാം, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്റെ കോഴിക്കോട് ചില ഏരിയകളിൽ എനിക്ക് ഒരു പേര്, ആ ഒരു വിവാഹത്തിന്റെ പേര് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ ഇത് യൂട്യൂബിലാട്ടോ എന്ന് ആ പേര് അവർ ഏതെങ്കിലും ചങ്ങാതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് വിഷമം ഉണ്ടാവില്ല വെച്ചിട്ട് ഞാൻ പറയാത്തത്. അതായത് നമ്മുടെ നാട്ടിൽ ഇസ്ലാമാണ് പറയുന്നതെങ്കിൽ ഇസ്ലാം മതത്തിനകത്ത് ഭക്ഷണം മറ്റുള്ള മതസ്ഥരായതുകൊണ്ട് കൊടുക്കാതെ കുഴിച്ചു മൂടുന്ന പരിപാടിയില്ല. അല്ല, കുഴിച്ചു മൂടുന്ന പരിപാടി അല്ല. അതായത് കുഴിച്ചു മൂടുന്നാണെങ്കിൽ പിന്നെ, അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് കല്യാണത്തിന് എല്ലാരും ഒന്നും വിളിക്കില്ല, പിന്നൊക്കെ വിവാദപ്പെട്ട കുറച്ച് ആൾക്കാരെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ജാതി വ്യവസ്ഥയുടെ വേറെ കുറെ എക്സ്റ്റൻഷൻസ് ആണ്. നമ്മുടെ ഈ അടുത്തൊരു സിനിമ നടൻ പറഞ്ഞില്ലേ, അവരുടെ തൊടിയിൽ പണിയെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കുഴി കുത്തിയിട്ടാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അത് പണ്ട് അത് നമ്മളെ എന്റെയൊക്കെ പൂർവികർ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പിന്നെ ഉപയോഗപ്പെട്ടാണ്. അവരൊക്കെ അങ്ങനെ പല രീതിയിലുള്ള അത് പല കാറ്റഗറി ആണല്ലോ ഓരോ ജാതിക്കും. ആ ജാതി നമ്മള് ജാതി ഇതിൽ പറയുമ്പോൾ ഇതാരെയും കേൾക്കണം അവർക്കൊരു വിഷമം. അതുകൊണ്ടാകുമ്പോ അങ്ങനെ പിന്നോക്കം ഉപയോഗപ്പെട്ട പല ആൾക്കാരും പലതും നേരിട്ട ആൾക്കാരാണ് നമ്മളെ കേരളത്തിലുള്ള, അതെനിക്കറിയാം. ഇത് ഞാൻ ഈ അറബീനോട് പറഞ്ഞ അതേ മതത്തിലെ ആൾക്കാരുടെ കല്യാണത്തിന് അവര് വിളിക്കില്ല, ഇവരെ വിളിക്കില്ല, ഈ വിവാഹത്തിനെ വിളിക്കില്ല. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഇതൊരുത്തെ കൊണ്ടുപോയി ഇടുമല്ലോ. ഇത് അന്നത്തെ കാലത്ത് അതാ ഞാൻ പറഞ്ഞ ആ സാധനം മതവുമായി ബന്ധം. ഇസ്ലാമിൽ അങ്ങനെ ചെയ്യാൻ അവകാശമല്ല. ഇസ്ലാമിൽ ഒന്നാമത് ഈ ജാതി, അത് ഇവിടുത്തെ ആൾക്കാർ ഈ പുള്ളി പറഞ്ഞത് ശരിയാണ്, ഇവിടുത്തെ കൺവേർട്ടഡ് ആയിട്ട് വന്നു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോ ഇസ്ലാം മതത്തിനകത്ത് നമ്മുടെ നാട്ടിലാണ് ഈ കുറെ വിവേചനങ്ങളുണ്ട്. അത് ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുറെ ജാതി വ്യവസ്ഥയുടെ എലമെന്റുകൾ മതത്തിലെ ആളുകള് അതങ്ങനെ പ്രാക്ടീസ് ചെയ്തു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിന് മതത്തിൽ എന്തായാലും അനുവാദമില്ല. ഇപ്പൊ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നേരിട്ട് കൊടുക്കാതെ വേസ്റ്റിലിട്ടിട്ട് അവിടുന്ന് വാങ്ങി തിന്നുന്ന ഗതികേടൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതാ പറഞ്ഞ അവനോട് പറഞ്ഞു ലാ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും സ്വർഗത്തിലെത്തിയില്ല, അവരെ ഒരിക്കലും എത്തൂല. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത് ക്ലിയർ ആണ്. കാരണം അതേ സമയത്ത് ഇപ്പം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളുണ്ട്. ഭക്ഷണങ്ങളല്ല, ഇപ്പോ ഉദാഹരണത്തിന് ഒരു മിനിറ്റ്. അപ്പം ഈ പറയുന്ന ഉലൂഹിയത്ത് അറക്കുണ്ടല്ലോ, അത് അറുത്തു കഴിഞ്ഞാല് ഈ ബലിപെരുന്നാളിന് ബലി അറക്കുന്ന മൃഗത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ നിയമമാണ്. അതേപോലെ നമ്മൾ ഈ സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്,
ആ വീഡിയോ ഞാൻ കണ്ടു. സത്താക്ക് സദക്ക അതൊക്കെ വീഡിയോ ഒക്കെ ഞാൻ അപ്പൊ കണ്ടു. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഈ ജാതീയതയുമായി ബന്ധപ്പെട്ട്. അയിത്തം അതിന്റെ ഒക്കെ ബാക്കി പത്രങ്ങളായിട്ട് ഉള്ള സാധനങ്ങൾ അത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്ന മുസ്ലിങ്ങൾക്കിടയിലും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്ത്യാനികൾക്കിടയിലും ഈ സാധനം വിവേചനം ഒക്കെ ഉണ്ട്. പക്ഷെ ഐഡിയോളജിക്കലി ക്രിസ്ത്യാനിറ്റിയിലും ഈ ഇസ്ലാമിനകത്തും ഈ ജാതി വിവേചനത്തിന് സ്ഥാനമില്ല എന്നുള്ളതാണ്. ഇത് എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ എഴുതി വെച്ച രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഈ കുറച്ച് ഒരു വിഭാഗം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഭാഗത്തിൽപ്പെട്ട ചില കുട്ടികള് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ചില സ്ഥലങ്ങളില് ചില ആൾക്കാർ ഒരു 3-4 കൂട്ടുകാരുണ്ടാവും. എന്നിട്ട് അവര് തമാശ പറയുമ്പോൾ ഒരു ജാതി പേര് വിളിച്ചിട്ട് മറ്റേ ആളെ ജാതി പേര് വിളിച്ചിട്ട് കളിയാക്കുക. അത് ഞാൻ കണ്ടേക്കുന്നത് ഈ കണ്ണൂര് കോഴിക്കോടുള്ളതാണ്. അപ്പൊ ഞാൻ മാനസികമായി എനിക്ക് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായതുകൊണ്ട് മാനസികമായി എനിക്ക് അവരോട് പോയി പറയണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ പേര് വിളിച്ച് പറയുമ്പോൾ ആ ജാതിക്കാരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ എത്രമാത്രം അത് വിഷമം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ ജാതി എന്ന് പറയുന്നത് അത്രയും മാരകമായ പ്രശ്നമാണ്. അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിൽ ജീവിച്ച ജാതി വിവേചനം ഇല്ല എന്ന് പറയുന്ന മതങ്ങളിലും ഉണ്ട്. അതല്ല വേറെ കാര്യം തരാം, എനിക്ക് അമ്മമാരോട് ചോദിക്കണ്ട. അതായത് ഇത് ഈ വെള്ളിയാഴ്ചകളില് ജുമാ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർ ഈ ജുമാ കഴിഞ്ഞിരുന്നിട്ട് ഹോട്ടലിലും പുറത്തൊക്കെ നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇപ്പം മതപരമായിട്ടുള്ള ചിട്ടകൾ പാലിക്കാത്ത ആൾക്കാർ ഇവര് ചില ജാതിയുടെ പേര് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കും. അതിപ്പോഴും ചെയ്യും. അത് എന്താ വെച്ചാൽ അതൊരു ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പണ്ട് മുതലേ ഉള്ള ഒരു സാധനം ആണ് ചാത്തപ്പൻ എന്ത് മഹശറ എന്നുള്ളത്. ഒരു പ്രയോഗം. ചാത്തപ്പൻ എന്ത് മഹശറ എന്നുള്ളത്, ചാത്തപ്പൻ എന്ന് പറയുന്നത് ഈ ഒട്ടും എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വകതിരിവില്ലാത്ത ജാതീയമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ആ പേര് ആക്ഷേപിക്കുന്നത്. അപ്പൊ മതകാര്യത്തിൽ നിസ്കരിക്കാത്ത ആൾക്കാരോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോ മതത്തിന്റെ കാര്യത്തിലൊന്നും അത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവനിപ്പോ അതൊന്നും വലിയ ഇഷ്യൂ അല്ല. അതായത് ചാത്തപ്പന് മഹശറിനെ കുറിച്ച് ആലോചന ഇല്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പല ജാതി പേരുകളും പറഞ്ഞിട്ട് മതച്ചിട്ട ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആക്ഷേപിക്കുന്ന പ്രയോഗം ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അത് പുതിയ കുട്ടികളെ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടില് ജാതി ഇല്ല എന്ന് പറയുന്ന പോലാണ്. ഇതൊക്കെ എങ്ങനെയാണ് ജാതി ഏതൊക്കെ രീതിയിൽ ഇവിടെ ഉണ്ട് അതെനിക്കറിയാം. ഞാൻ ഈ വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കസരത്ത് പറഞ്ഞ ഇതൊന്നും ആയിട്ട് ഇതും മതമായിട്ടൊന്നും ബന്ധമില്ലെന്നേ. ഇതൊക്കെ ആളുകളുടെ കാഴ്ചപ്പാടുകളാണ്. അപ്പം നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ സത്യമായിട്ട് പറയണല്ലോ. ഇപ്പൊ ഒരു സഹോദരന് സഹോദരൻ മീൻസ് മുസ്ലിമാണ്, ഒരു മനുഷ്യന് അയാൾ ഇഷ്ടമില്ലാത്ത പേര് പോലും വിളിക്കാൻ പാടില്ല എന്നാണ് പൊതുവിൽ ആളുകൾ പറയാ. പക്ഷെ ഖുർആനകത്ത് തന്നെ മോശം പരാമർശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ജാതീയമായിട്ടുള്ള വിവേചനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണല്ലോ. ഒരു കൾച്ചറലി അവരൊക്കെ ഇവിടുത്തവരായിരുന്നല്ലോ. നമ്മൾ ഇത് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഗ്രന്ഥങ്ങളെ പറ്റിയും കുറ്റം പറയാനോ അങ്ങനെ ഞാൻ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് വായിച്ചു. എൻ്റെ ഉണ്ട്. ഞാൻ ഈ ജബ്ബാർ മാഷ കണ്ട് നിങ്ങൾ തന്നെ എല്ലാ വീഡിയോ ഞാൻ കേട്ട് കഴിഞ്ഞു. ഞാൻ ഈ മനുഷ്യരുണ്ടല്ലോ ഈ നമ്മുടെ നാട്ടിൽ ഇതിനെ ഫോളോ ചെയ്യുന്ന ചില മനുഷ്യരുടെ ഇത്രയും ഞാൻ എന്താ ഒബ്സർവ് ചെയ്ത കുറച്ച് വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയെ പറ്റി ഒന്ന് സംസാരിക്കാനും ഇതിനെ പറ്റിയാണ് മെയിനായിട്ട് വിളിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതി വെച്ച കാര്യമാണ്, ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, നമ്മുടെ എന്നോട് ഇവൻ നല്ല വിദ്യാഭ്യാസമുള്ളതാണ്. ഇവൻ അങ്ങനെ കൂടുതലായിട്ട് മതമൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പെണ്ണ് വർഗ്ഗങ്ങളൊന്നും, അതായത് കോഴി പെണ്ണാണെങ്കിൽ അതിനെ കഴിക്കാൻ പാടില്ല, ഇപ്പൊ പശു പെണ്ണാണെങ്കിൽ അതിനെ അറുത്ത് കഴിക്കാൻ പാടില്ല, ഇപ്പൊ പോത്തിനെ കഴിക്കാം, പോത്തിന്റെ നമ്മൾ എരുമേനെ കഴിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല മതത്തിനകത്ത്. ഇസ്ലാമിൽ അങ്ങനെ നിയമം, ഇസ്ലാമിലുള്ള നിയമം എന്ന് വെച്ചാൽ പച്ച ഇറച്ചി തിന്നുന്ന ജീവവർഗങ്ങളെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം പട്ടിയെ കഴിക്കാൻ പാടില്ല, അതേപോലെ കുറുക്കൻ, സിംഹം, കടുവ, പുലി, അതായത് മാംസ ബുക്കുകൾ ഉണ്ടല്ലോ, പച്ചക്ക് മാംസം കഴിക്കുന്ന രക്തം കഴിക്കുന്ന തരം സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. പിന്നെ പട്ടി, പന്നി ഇപ്പം മാംസം കഴിക്കുമല്ലോ എനിക്കറിയില്ല. പക്ഷെ പന്നിയും പട്ടിയും ഹറാമാക്കിയതിന് വേറെയും കാരണങ്ങൾ ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ പിന്നെ അനുവദനീയമാണ്. അതിൽ അറക്കുന്ന മൃഗത്തിന്റെ ലിംഗം പരിശോധിക്കേണ്ട കാര്യമൊന്നും ഇസ്ലാമിലില്ല.
അത് അയാളുടെ ഇല്ലല്ലേ? വിവരക്കേട് കൊണ്ട് പറഞ്ഞേക്കാം, അയാൾക്ക് അറിവില്ലാത്തോണ്ട് പറഞ്ഞേക്കാം. ഇനി വേറെ എന്തെങ്കിലും പണ്ഡിതന്മാരങ്ങനെ ആ. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ എനിക്കറിയില്ല. മതത്തിന്റെ വിധി അതായത് അനുസരിച്ചിട്ട് അങ്ങനെ ഇല്ല. പെണ്ണ് വർഗ്ഗങ്ങള് തിന്നാൻ പാടില്ലല്ലോ, അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അറിഞ്ഞൂടാ അതിനെ പറ്റി. ഇല്ല. പക്ഷെ വേറെ അങ്ങനെയൊന്നുമില്ല അല്ലേ? സാധനം ഉണ്ട്. വേറൊരു സാധനം ആ ആയിരിക്കാം ചിലപ്പോ. അതായത് ഇപ്പൊ ആ നമ്മള് ഏതെങ്കിലും ഒരു ആരാധനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടോ ഒക്കെ ആ ബലി ഇറക്കുന്ന സാധനങ്ങളുണ്ട്. ആ അതില് പെണ്ണാവാൻ പാടില്ല എന്നുണ്ട്. അതായത് ഇപ്പം ആ നമ്മൾ യെസ് ഉലുഹിയത്തിന് യെസ് യെസ് ഉലുഹിയത്തിന് യെസ് യെസ് ഇറക്കുന്നെങ്കിൽ എന്നാ അതായിരിക്കും. നല്ല മുത്തം മൂരിയായിരിക്കണം. ഏഹ് ആ അവന് അതെ പശുവിനെ യെസ് യെസ് പറ്റില്ല. അതായിരിക്കും. പെണ്ണാടിനെ അതായിരിക്കും പിന്നെ പറ്റില്ല. ലാംഗ്വേജും ചെറിയ അതേപോലെ പ്രശ്നം. ഈ ആ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഹക്കീക്കത്ത് എന്ന് പറഞ്ഞ കലാപരിപാടി ഉണ്ട്. ആയിക്കോട്ടെ. അതിലൊന്നും പറ്റില്ല. ഞാനിപ്പോ ഭക്ഷണത്തിന് ഇതിപ്പോ വേണ്ടിയിട്ട് പണ്ട് ഇങ്ങനെ ഇറക്കുമ്പോ അവര് സ്ത്രീയും പുരുഷനൊക്കെ ഓൽക്ക് സമമാണ്. ഉം. പിന്നെ ഞാൻ ഈ മതത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു. ഞാൻ സിനിമകൾ കാണും, മറ്റേ ആ പല പരിപാടികളും ചെയ്യും. ഞാൻ 2 ദിവസം മുന്നേ ഒരു സിനിമ കണ്ടു. ആ ആ സിനിമയുടെ പേരാണ് ദ സ്റ്റോൺ മാൻ മർഡർ. ആ ഇത് മുംബൈയിൽ ഇറങ്ങിയ സിനിമയാണ്, കുറെ കാലം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ഉം. അപ്പൊ ഇത് ഞാനിങ്ങനെ ഞാൻ കണ്ടപ്പോ അതിന്റെ താഴത്ത് ഇത് റിയൽ സ്റ്റോറി ബേസ്ഡ് മൂവിയാണ് പോലെ. ഉം. ഞാനാലും ഈ വിശ്വാസത്തിന്റെ ഒക്കെ ഒരു ഇതേ ആൾക്കാരെങ്ങനെ കൊല്ലുന്ന ബലി കൊടുക്കും. നമ്മളെ ബലിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ അത് എഴുതി വെച്ച് അതും കൂടി ഒന്ന് പറഞ്ഞ, ഉം. ഇങ്ങനെ ഈ തെരുവിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ തലയടിച്ച് കൊന്നിട്ട് ബലി കൊടുക്കുക. അത് ഏതോ ബുക്കിന്റെ ഏതോ ഒരു മൂലയിൽ എഴുതി വെച്ചിരിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ അയാൾ കൊല്ലുന്നത്. ഞാൻ ഏത് മനുഷ്യന്റെ ഈ ബുക്കാണോ എന്തോ? വിശ്വാസം എന്തോ അത് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ഏതോ ഒരു ഞാൻ ആ സിനിമ പിന്നെ കണ്ടിട്ടില്ല. ഉം. സ്റ്റോൺ മാൻ മർഡർ പഴയ ഉം. സിനിമ കേട്ടാ. അത് ശരി. പിന്നെ രണ്ടാമത്തത് ഞാൻ എഴുതി വെച്ച് എന്തായിരുന്നു, ഉം. ഞാൻ 3-4 കാര്യങ്ങൾ എഴുതി വെച്ചു. ഈ നമ്മുടെ ഈ അമ്മമാര് പെങ്ങന്മാര് ഉം. ഇങ്ങനെയുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാല് ഉം. അവര് എന്തായിട്ടാണ് അപ്പം ഈ മുകളോട്ട് പോകുന്നവർ എന്തായിട്ടാണ് പോവുക? അവരവരായിട്ട് തന്നെ പോകും. അല്ല, ഞാൻ അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചോദിക്കുന്നതല്ല, ഇപ്പം വിശ്വാസം. അവരായിട്ട് തന്നെ പോകും. അവരായിട്ട് മീൻസ് നിങ്ങൾ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ആത്മാവ് പോകുമെന്നാണോ ശരീരം അതായത് പോകുമെന്നാണോ? ഞാൻ ഇപ്പൊ വിശ്വാസിയാണെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, ഉം. ഞാൻ നല്ല പ്രവൃത്തി ചെയ്തിട്ടില്ല, ഉം. ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഉം. വെള്ളടിക്കാറുണ്ട്, മദ്യപിക്കാറുണ്ട്, ഞാൻ ഒരിക്കലും ഉം. സ്വർഗത്തിൽ പോകില്ല, ഉം. ഞാൻ നരകത്തിലേക്കും. അപ്പൊ ഞാൻ ഉം. നല്ലവനാണെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും. ഉം. അങ്ങനെ ഈ മരിക്കുന്ന പെങ്ങള് മകള് അങ്ങനെ അമ്മ ഇവരൊക്കെ എങ്ങനെയാണ് അവരെ പ്രോസസ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അവര് സ്വർഗത്തിലുണ്ടാവുന്നൊക്കെയല്ലേ വിശ്വാസം. അവര് സ്വർഗത്തിലുണ്ടാവും. അതിലൊന്നും ഈ പിന്നെ ഇപ്പൊ ഈ മതത്തിന്റെ കാര്യത്തില് ആ ഇപ്പൊ നല്ലതും ആ ചീത്തയും പരിശോധിച്ചിട്ട് സ്വർഗവും നരകവും കൊടുക്കുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് എന്റെ അറിവ് കേട്ടോ. അങ്ങനെ പക്ഷെ അവർക്ക് അവിടെ ഒരുക്കി ആ വെച്ച വിഭവങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത്രേ ഉള്ളൂ. സ്ത്രീകളെ കുറിച്ച് എന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ആ പിന്നെ അവിടെ പറയുന്ന പിന്നെ മതത്തിന്റെ വിശ്വാസം അനുസരിച്ചിട്ട് എല്ലാവർക്കും 33 വയസ്സായിരിക്കും. അങ്ങനെ കുറെ പൊട്ടക്കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ. ഉം. പക്ഷെ ഞാൻ നാട്ടിലതും ഉം. ഇവിടത്തതും അറബികളെയും നമ്മൾ കാണുമ്പോൾ ഉം. നാട്ടിലെ വിശ്വാസവും ഇവിടുത്തെ വിശ്വാസവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ നാട്ടിൽ ഈ തന്നെ ഒരു 10-15 തരം വിശ്വാസങ്ങൾ ഇസ്ലാമിലുണ്ട്. യെസ്, ഞാൻ അത് വായിച്ചു. എനിക്കൊരു പാകിസ്ഥാനി ഫ്രണ്ട് ഉണ്ട്, ഉം. തൊട്ടടുത്ത് ഞാൻ ഇതൊക്കെ ഈ ഡ്യൂട്ടിക്ക് പോയി. മനുഷ്യന്മാരല്ലേ കൈകാര്യം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും. അല്ല, അത് ഭയങ്കര ഭീകരമായ സംഭവമാണ് അത് എന്നോട് പറഞ്ഞേക്കണത്. അതായത് അവിടെ ഇപ്പം പുതിയതായിട്ട് കയറി വന്ന ഉം. ബലൂജി, ഉം. അതിന്റെ മുന്നേ ഇവര് തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ വീട്ടിൽ മിഷ്യൻ കണ്ണൊക്കെ ഉണ്ട്. ഇവന്റെ വീട്ടിൽ എനിക്ക് കാണിച്ചു തന്നേക്കാണ്. ആ. വലിയ 3 തോക്കൊക്കെ ഉണ്ട്. ഉം. അതായത് ഇപ്പൊ കുറഞ്ഞോലെ, ഇപ്പൊ അവിടെ ഉം. മുഷറഫ് തൂക്കിക്കൊല്ലുന്ന എന്തോ ഒരു നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇപ്പം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ചുമക്കി ഉം. ഇവര് ബോംബ് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് വെക്കൂലെ, ഉം. അതായത് ഈ ബഹറിലൊക്കെ നടന്ന മാതിരി. ഈ ഭയങ്കര താലിബാന്റെ ഡേഞ്ചർ. കല്യാണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ആകാശത്തേക്ക് ഇങ്ങനെ വട്ടത്തിൽ നിന്ന് AK-47 അടിച്ചിട്ടാണ് ഒരു വെടിവെക്കും ആഘോഷിക്കുന്നത്. ചെയ്തിട്ടുണ്ട്. നമ്മളെ പടക്കവും അത് കമ്പിത്തിരിയായിട്ട് ആഘോഷിക്കുമ്പോ അവര് AK-47 ആയിട്ടാണ്. അത് അറബികളും ചെയ്യുന്നുണ്ടോ? പക്ഷെ ഉം. അത് അറബികളും ചെയ്യും. അറബികളുടെ കല്യാണത്തിന് അങ്ങനെ ഉണ്ട് പരിപാടി, ശരി. ഇങ്ങനെ വെടിവെക്കുന്ന പരിപാടി. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര, ഞാൻ എന്റെ സ്ഥലം പറയുന്നില്ല, ഇവിടെയൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട് കുട്ടികളൊക്കെ. ഉം. സ്കൂളൊക്കെ പോകുന്നത് നമ്മളെ നാട്ടിൽ. ഞാൻ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാം, എന്റെ അമ്മ പണി ജോലിക്കൊക്കെ പോകുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് രക്ഷപ്പെട്ടു. ഇപ്പം അല്ല, പണ്ടത്തെ കാലത്ത് എന്റെ അമ്മേന്റെ പേരും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളുടെ മോള് ഞാൻ പോകുന്ന നാട്ടിൽ പോയി 1.5 വർഷം മുന്നേ പോയി നോക്കുന്നേരം ഞാൻ ഇവിടുത്തെ പഴയ അറബികളുണ്ടല്ലോ, ഇവിടുത്തെ പഴയ അറബി പെണ്ണുങ്ങൾ, അതായത് ഇപ്പൊ ഒരു 60-65 വയസ്സായ, അതേപോലെ ഈ കണ്ണ് മാത്രം കാണിച്ച് നടക്കുന്ന ഒരു 10-11-12 വയസ്സുള്ള കുട്ടി. ഞാൻ അന്തം വിട്ടു. ഞാൻ പറയുന്നത്, ശരിക്കും പറയണ ഈ സംഘപരിവാറൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ ഈ പറഞ്ഞ ടീം നല്ലോല ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ ഈ സലഫി സാധനങ്ങളാണ്. അത് ഈ പർദ്ദയും കണ്ണു മൂടിയ സാധനങ്ങളൊക്കെ ഏകദേശം ഒരു കണ്ണുമൂടി സാധനം മീൻസ് വസ്ത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും.
പിന്നെ ആ അതൊരു 10-25 വർഷത്തെ കഥയുള്ളൂ കേരളത്തിലൊക്കെ പറയാൻ. അതിന്റെ മുമ്പൊന്നും ഈ സാധനം ഇല്ലെന്നേ. എനിക്ക് 41 വയസ്സായി എനിക്ക്. ഞാൻ നമ്മളെ 84 ചെറുപ്പത്തില് നമ്മൾ കണ്ടില്ല, നമ്മള് ഞാൻ 15-16 വയസ്സിൽ നമ്മൾ എവിടെ കാണുന്നില്ല. കണ്ടിട്ടില്ല. ഞാനൊരു 2 വർഷം മുന്നെയാണ് 2 വർഷം മുന്നെയാണ് ഞാനിത് കണ്ടത് നാട്ടിൽ. 2 മറ്റതുണ്ട് വർഷം ഇത് തന്നെ ഇത് ന- കുറെ ആയിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അതിനകത്ത് ആ പൂർണ്ണമായിട്ട് കീഴ്പ്പെടാത്ത ജനതയുണ്ട്. അവരിങ്ങനെ എല്ലാ മുസ്ലിങ്ങളെയും ആ ഇങ്ങനെ റാഡിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാരാക്കാൻ വേണ്ടി അവർ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകളെയും ചാക്കി കയറ്റാൻ വേണ്ടിയിട്ട് സകല മൂല്യന്മാരും കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിലിപ്പോ സുന്നി മുജാഹിദും ഒന്നും വ്യത്യാസം ഇപ്പൊ ഇല്ല. പണ്ട് മുജാഹിദുകളും ജമാഅത്തുകാരാണ് ഈ പണി ചെയ്തിരുന്നത്. ഇപ്പൊ എല്ലാ ഇനിയിപ്പോ വിഭാഗവും ഈ രീതിയിൽ സ്ത്രീകളെ കണ്ണ് തന്നെ മൂടണമെന്നുള്ളതാണ് പോലെ അഭിപ്രായം. ഉം, ഉം. ആ ആ എന്നിട്ട് അപ്പൊ അവിടെ എനിക്ക് നെറ്റ് ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെയാണ് ചിലവര്. എനിക്ക് ഇപ്പൊ എന്റെ അമ്മ ഇപ്പൊ ഞാനിപ്പോ നമ്മൾ കുറെ മറ്റേ മതങ്ങൾ എന്റെ വീട്ടിലും ഭയങ്കര റെസ്ട്രിക്ഷൻ ഈ മതത്തിന്റെ പേരിൽ ഈ വൈഫിനൊക്കെ മറ്റേ ഈ പീരീഡ്സ് ഒക്കെ ആയാലും ഭയങ്കര പ്രശ്നങ്ങൾ. ഞാൻ ഇപ്പം വീട് മാറി. ഇപ്പം അല്ല ഞാൻ പറയാ ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പം മാറ്റാൻ പറ്റില്ല. ഒരു റൂമിൽ മൊത്തം ദൈവങ്ങളാണ്. ഞാനും എന്റെ ഏട്ടനും ആള് ഈശ്വരവാദികളാണ്. ഞങ്ങൾക്ക് ഉണ്ടാക്കും വിശ്വാസമൊന്നുമില്ല. ആള് ചരട് കെട്ടൂല, മറ്റേ കുറി തൊടൂല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പക്ഷെ വീട്ടിലെ അമ്മേനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മേനെ മാറ്റാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഞാനിതൊരു ഇപ്പൊ കുറ്റം ആൾക്കാരിങ്ങനെ പറയാൻ പറഞ്ഞു തല്ലി മാറ്റൊന്നും വേണ്ടെന്നേ. നമ്മള് ഓരോ ആൾക്കാർ ഇല്ലല്ല അവരുടെ ഞാൻ ആശ്വാസം പറയാം ഇല്ല വിശ്വാസം. ഒരിക്കലും അമ്മ ഒരിക്കലും ഞാനിപ്പോ എത്ര അതെ പൈസ വേണേ കൊടുക്കും അമ്മയ്ക്ക്. ഇപ്പൊ എവിടെ ഏത് അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിലും പൈസ വെച്ച് ഞാൻ കൊടുക്കും. അതെ ഞാൻ അതെ അതെ ചോദിക്കാറില്ല. പുള്ളിക്കാരി ഇപ്പം അങ്ങനെ തന്നെ ഞാൻ ചെയ്യണ്ടേ. കൊടുക്കാറില്ല. അല്ലെ ഞാൻ പറയും അതേ ഞാൻ ചെയ്യുള്ളൂ. അല്ല ഞാൻ പറയാണ് നമ്മൾ വേറൊരു മതത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മതത്തിന്റെ കാര്യങ്ങളും പറയണല്ലോ. പിന്നെ ഞാൻ ഈ ഗൾഫിലേക്ക് വരുമ്പോൾ എന്നെ സഹായിച്ചത് എന്റെ അനിയത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെങ്ങളാണ്. അവരെ 5 പവന്റെ മാല എനിക്ക് 2010 ഞാൻ വരുമ്പോൾ എനിക്ക് തന്നിരുന്നു. കാരണം അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ കാലം മുന്നേ. ഞാനിപ്പം ഗൾഫിൽ 16ാമത്തെ കൊല്ലായി. ഇപ്പൊ നമ്മളെ നാട് ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരു അതെന്താണ് രീതിയിൽ എല്ലാ നമ്മളെ മതങ്ങളിലും ഉള്ള തീവ്ര നിലപാടുകാരുടെ ഒരു അതിപ്രസരമുണ്ട്. അവരെല്ലാവരും ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സമുദായത്തിന്റെ മൊത്തം കൺട്രോൾ അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ട് ഇവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ ചിലതൊക്കെ ഭാഗങ്ങളിലും ലോകത്തെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ചില ഭാഗത്ത് റാഡിക്കൽ ഇസ്ലാം എന്നൊക്കെ ഇപ്പം സൗദി അറേബ്യ നല്ല രീതിയിൽ മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റമുണ്ട്, നല്ല സൈക്കിളാണ്. മാറ്റമുണ്ട്, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. നല്ല അപ്പൊ മാറ്റമുണ്ട്, നല്ല കുറെ മാറ്റം. പിന്നെ കാലങ്ങൾ കൊണ്ട് ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആവും. കേരളത്തിലൊക്കെ ഒരു 10-15 കൊല്ലം കൊണ്ട് ഇത് ശരിയായി വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാറ്റം ഈ നല്ല തീവ്ര മാറ്റം ഉണ്ടാവും, നല്ല മതചിന്തയൊക്കെ മാറ്റം ഉണ്ടാവും. പോയി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ പണ്ടത്തെ ആൾക്കാർ മതത്തിലുള്ള ഇങ്ങനെ ആളുകൾക്ക് ഈ കാര്യങ്ങള് മതങ്ങളൊക്കെ വലിയ സംഭവമൊന്നും അല്ല. മതങ്ങള് പലതും ഉടായിപ്പാണ് എന്നൊക്കെ എല്ലാ വിഭാഗത്തിലുള്ള കുറച്ച് ആളുകൾക്കും നല്ല ബോധമുണ്ട് ഇപ്പൊ. നല്ല കുട്ടികളെ പുതിയ പിള്ളേരെ 10, അതാ 12, അറിയാം, 19 പുതിയ വയസ്സുള്ള കാലത്തെ കുട്ടികളിൽ കുട്ടികൾക്ക് നല്ല വ്യത്യാസമുണ്ട്, തിരിച്ചറിവുണ്ട്. അത് തിരിച്ചറിവുണ്ട്. ഭയങ്കര നല്ല 1-2 അടുത്ത ജനറേഷൻ അടുത്ത കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം ഉണ്ടാവുന്ന ആ മാറ്റം ഉണ്ടാവണം. കാരണം അതെ. ഇനി വേറൊന്നുകൂടി ഞാൻ പറയാം. ഞാനിവിടെ ജോലി ചെയ്യുന്ന സ്ഥലം, എനിക്ക് ജോലി ചെയ്യുന്ന ഞാൻ മെയിൻ്റെനൻസിലാണ്. അപ്പൊ ഞാൻ പല സ്ഥലങ്ങളിൽ പല ആളടുത്ത് ഇരിക്കേണ്ടി വരും, ഇരുന്നൊക്കെ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ ഒരു മൊറോക്കൻ പെണ്ണായിട്ട് പിന്നെ ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് പിന്നെ അതായത് ഞാനിതാ ജോലി ചെയ്യുന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ അറിയാലോ നമ്മുടെ മനസ്സ് ഇത് ഞാൻ മനസ്സിലാക്കി ഇതൊരു മെന്റലി സൈക്കോ ആണ് ചില വിശ്വാസികൾ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ വിഭാഗത്തിലും, ഒരു വിഭാഗത്തിനല്ല, ഒരുവിധം എല്ലാത്തിലും മെന്റലി അത് നിങ്ങളൊരു നമ്മൾ ഇവരിങ്ങനെ എന്ത് ഫേസ്ബുക്കിൽ രീതിയിൽ പ്രോസസ് ചെയ്യുന്നതനുസരിച്ചിരിക്കുന്നത്. ഇവരുടെ അതാ ഞാൻ പറഞ്ഞ അവര് മാനസികാവസ്ഥയും ഇവരുടെ വിശ്വാസവും കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ അയാളുടെ സ്വഭാവവും അയാളുടെ പെരുമാറ്റമൊക്കെ രൂപപ്പെടുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞു. അങ്ങനെ മനസ്സിലായി എനിക്ക് ആ മതം മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് ഫുള്ള് മോഡേൺ ഡ്രസ്സാണ്. മോഡേൺ മീൻസ് പിന്നെ അവയവങ്ങളൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ഫുള്ള് ബനിയനും മറ്റേ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ നിങ്ങളുടെ നാട്ടില്? എന്റെ നാട്ടില് അതായത് വാപ്പ ഉമ്മ ഒരിക്കലും നമ്മളോട് പറയില്ല. എനിക്ക് ഇഷ്ടമുണ്ട്, ഞാനിപ്പോ കല്യാണം കഴിച്ച് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഫുള്ള് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, എനിക്ക് ഇഷ്ടമുള്ള ജോലി ചൂസ് ചെയ്യാം, അതിനാരും ചോദിക്കില്ല. മൊറോക്കോ എന്ന് പറഞ്ഞ രാജ്യമാണ് അത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ യൂറോപ്പിന്റെ ഒക്കെ അടുത്തുള്ള രാജ്യം അതുകൊണ്ടായിരിക്കും മാറ്റങ്ങൾ ഒരുപാട്. അങ്ങനെ നമ്മളെ നാടും മാറും, പുതിയ ജനറേഷൻ മാറും എന്നൊക്കെയാണ് വിശ്വാസം. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവുന്നു, മനുഷ്യർ മാറും. മതങ്ങൾ മാറാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് ആ മാറാത്ത മതത്തിലേക്ക് ആളുകളെ പിടിച്ചു വലിക്കാനുള്ള ശക്തികള് താല്പര്യമുള്ളവര് ശ്രമിക്കുകയും ചെയ്യും. അപ്പോ അതിന് മുകളിൽ നമ്മള് പിന്നെ ആളുകൾക്ക് സ്വതന്ത്രരായിട്ടുള്ള മനുഷ്യർക്കുള്ള ഒരു പവർ അവരുടെ മുകളിൽ കിട്ടുക എന്നുള്ളതാണ്. ഈ മതസമൂഹങ്ങളുടെ മുകളിൽ മനുഷ്യർക്ക് നിയന്ത്രണം ഉണ്ടാവുന്ന ഒരു ഘട്ടം വരുമ്പോൾ സമാധാനം ഉണ്ടാവും. അതുവരെ കുറെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ താമസിക്കുന്നത് മൊത്തം നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻസ് ഇല്ല.
ബാക്കി നമ്മൾ കോഴിക്കോട് അവിടെ മൊത്തം മിക്സിംഗ് ആണ്. അപ്പൊ എന്റെ കളിക്കൂട്ടുകാരന്മാർ എന്ന് പറഞ്ഞാൽ അടുത്ത കളിക്കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള അവിവാദപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ബീറടിക്കായിരുന്നു, ഞങ്ങൾ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ പോകാൻ പറ്റിയിരുന്നു. പോയിന്റ് കഴിഞ്ഞില്ല. ഇതിന്റെ പോയിന്റ് കഴിഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ 23 വയസ്സ് വരെ ഞങ്ങൾക്ക് ഗാനമേളയ്ക്ക്, ഉത്സവത്തിൽ ഡാൻസ് കളിക്കും, ഇതൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. അവരൊരു പ്രായമായപ്പോലെ നമ്മളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പൊ കാണും, ആ ജോലി ഉണ്ട്, ആ സൗഹൃദം ഉണ്ട്, കണ്ടാ സംസാരിക്കും, എല്ലാം ഉണ്ട്. നമ്മുടെ നൈസായിട്ട് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പൊ ജാതി മതം നോക്കിട്ടല്ല, അതിപ്പോ എല്ലാരും തിരക്കുകളിലേക്ക് പോകുമ്പോ, ലൈഫ് സെറ്റ് ആവുമ്പോ എനിക്ക് തിരക്കാണോ എനിക്ക് തോന്നുന്നു. എനിക്ക് എന്റെ സൗഹൃദങ്ങളിൽ ഞാനത് മനസ്സിലാക്കിയിരുന്നു. അതായത് നമ്മളിപ്പോ ഓരോരോ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിഞ്ഞ് അങ്ങ് പോവാണല്ലോ, ഓരോ ഏരിയകള്. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എവിടെയെന്ന് പോലെ നമുക്ക് അറിയണ്ടാവും. അതിലൊരാള് എനിക്ക് ഉറപ്പാണ്, പിന്നെ തിരക്ക് കാരണോ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് കാരണോ. മറ്റേ ആൾ എനിക്ക് സംശയമുണ്ട്, മതപരമായിട്ടുള്ള അതും ഉണ്ടാവാട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തീവ്ര നിലപാടുകളിലേക്ക് പോകുമ്പോ അവര് ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ പിന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് അന്യമതസ്ഥരെ കൂട്ടണ്ടേ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയവും ചർച്ച ചെയ്യുന്ന ചില വികൃത മനസ്സുള്ള ചിന്തകരുണ്ട് നമ്മുടെ നാട്ടില്. അതിലൊക്കെ പെട്ടുപോയ കഥ കഴിഞ്ഞ്. വിളിച്ചെടുക്കൂല, വാട്സപ്പ് മെസ്സേജ് അയക്കില്ല. ഒരു ദിവസം ഞാനിങ്ങനെ അത്യാവശ്യം മൂഡായിട്ട് ഞാനിങ്ങനെ വരുന്ന ദിവസം ഞാൻ കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തെ, നമ്മള് ഒന്ന് ആ ഒരു കാലഘട്ടം ഇനി വെറുതെ ഇരിക്കുന്നേരോ ഒരു 5 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി. ആ ഒരു കാലഘട്ടം അത്രയും ഫോണിൽ കൂടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഓർമ്മകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്രയും ഓർമ്മകൾ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനോട് പറഞ്ഞു, നീ എപ്പെങ്കിലും ഒന്ന് ഓർമ്മിക്കുന്നത് ഓർത്താ മതി, എന്നെ വിളിക്കോ എനിക്ക് മെസ്സേജ് അയക്കൊന്നും വേണ്ട, ഒന്ന് ഓർത്താ നല്ലതാന്ന് പറഞ്ഞു. നന്നാവുന്നുണ്ടോ അല്ല ഒന്നുണ്ടോ ഒന്നും കുഴപ്പമൊന്നുമില്ല. അവൻ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഞാൻ സിഗരറ്റ് വലിക്കില്ല. അവൻ അന്ന് ഞാൻ ഉപദേശിച്ചു സിഗരറ്റ് വലിക്കരുതെന്ന്. പക്ഷെ ഞങ്ങൾ വെള്ളടിക്കായിരുന്നു. മനസ്സിലായില്ലേ? വെള്ളടിക്കായിരുന്നു. അത് തുറന്നു പറയാം, നമ്മളതിന്റെ കള്ളം പറയണം. അപ്പൊ വെള്ളടിക്കായിരുന്നു, ഞാൻ വെള്ളടിക്കായിരുന്നു, ഞാനിപ്പോ അടിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു മാറ്റം നിങ്ങൾക്കറിയാലോ, എത്രയോ കാലം ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ അടുത്ത് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നേരം നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരിതാണ്. ഒരുവിധ എല്ലാ പോയിന്റുകളും ഞാൻ പറഞ്ഞു തോന്നുന്നു. ഇത് ഒരു വിഭാഗത്തിനെ ഞാൻ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഇവിടുന്ന് ചില ആൾക്കാരോട് സംസാരിച്ച കാര്യങ്ങളും ആ കാര്യങ്ങളും ശരി. എനിക്ക് എന്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. അപ്പൊ എന്റെ അതും കൂടി പറയണം, ഇല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ അവിടെയും പറയണം. അതായത് എന്റെ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എന്റെ വീടിന്റെ നേരെ മുകളിലുള്ള ഒരു നമ്മളിപ്പോ സംസാരിച്ച ആ മതത്തിലെ ആളെ എനിക്ക് എത്രയോ പ്രാവശ്യം ഭക്ഷണം തന്നു. ഞാൻ പോയി ഇരുന്നാ മതി, അപ്പൊ എനിക്ക് ഭക്ഷണം തരും. ഈ നന്മകളൊക്കെ മനുഷ്യരുടെ ആണെന്ന് അറിയാം. മനുഷ്യര് നന്മയും തിന്മയുള്ള ആൾക്കാര്, നല്ല ചിന്തയും അല്ലാത്ത ചിന്തകളുണ്ടാവും. ഇപ്പൊ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകള്, മോശം പ്രവണതയുള്ള ആളുകൾക്ക് അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് മതത്തിൽ നിന്നാണെങ്കിൽ മതത്തിന് എടുക്കും, മതത്തിന് കിട്ടുന്നില്ലെങ്കിൽ പൊളിറ്റിക്സ് എടുക്കും, ഇല്ലെങ്കിൽ ഞാനവിടെ പോയിരുന്ന് ഇത്താന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പം നിറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു പൈസക്കാരാണ്. അമ്മ അവിടെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോകാറുണ്ട്. പണ്ട് ഇപ്പല്ല, ഞങ്ങളൊക്കെ ചെറുതായ സമയത്ത്. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഓർമ്മകളും നല്ല സൗഹൃദങ്ങളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ആ കാലം തിരിച്ചു വരട്ടെ എന്നാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത്. ആ മതത്തിന്റെ വകതിരിവും വേർതിരിവും ഇല്ലാതെ മനുഷ്യരെ സന്തോഷത്തോടെ, വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും പല വിശ്വാസമുള്ളവരും ഒക്കെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ പറ്റുന്ന ഒരു കാലം, അതാണ് നമ്മളുടെയൊക്കെ സ്വപ്നം. ഉണ്ടായിരുന്നു. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനിടയിൽ ഈ എന്താ പറയാ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ആളുകളും അതേപോലെ തീവ്ര മതവാദികളും തീവ്ര ദേശീയവാദികളും എല്ലാരും കൂടി ഇത് കുളം കലക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ നമുക്ക് ഓരോരുത്തരും പറ്റുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന ഏതെങ്കിലും നല്ല കുട്ടികളുണ്ടെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇല്ലെങ്കിൽ നമ്മളെ നാട് അഫ്ഗാനിസ്ഥാൻമാരി, ബംഗ്ലാദേശുമാരി, പാകിസ്ഥാൻമാരി ഒക്കെ ആയി പോകും. അതുകൊണ്ട് നമ്മൾ ജനാധിപത്യം സൂക്ഷിച്ച് സമാധാനം അല്ലാണ്ട് ഒരു 10 പൈസ ഒരു ബംഗാളി, നിങ്ങൾ നമ്മുടെ നാട്ടിലെ ബംഗാളി അല്ല ബംഗാളി, അതൊന്നും ബംഗാളികളല്ല. ഈ ബംഗാളികൾ എന്ന് പറഞ്ഞാല് 100 എണ്ണത്തില് ഒരെണ്ണമൊക്കെ നല്ല ഉണ്ടാവുള്ളൂ. അത്രയും ക്രിമിനൽ മെന്റാലിറ്റി. ഈ അറബികളൊന്നും എത്രയോ രാജ്യങ്ങൾക്ക് അവർക്ക് റിസ്ട്രിക്ഷൻ ഇല്ല. ഇത് ഈ ക്രിമിനൽ മെന്റാലിറ്റി എന്ന് പറയുന്നതും അവരുടെ ജീവിത സാഹചര്യവും അവരുടെ വിദ്യാഭ്യാസവും ഭക്ഷണവും ആരോഗ്യം ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് കേട്ടോ. കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അറിയാം. അപ്പോ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഒറ്റവാക്കിൽ നമുക്ക് കാരണവും പ്രതിവിധിയും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും സൗഹാർദ്ദം ഒക്കെ തിരിച്ചു വന്ന എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കുന്ന അത് വരണം. ഞാൻ പറഞ്ഞ ഈ കല്യാണവും ഒക്കെ നമ്മുടെ ഓർമ്മകൾ, എന്റെ ഓർമ്മകള്
അങ്ങനെയൊക്കെ കാണുക ഭയങ്കര ഇതാണ് എനിക്ക് ഓർമ്മ. അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ, സത്യം പറയാം, ശരിയാവും, തുറന്നു ഒക്കെ പറയാൻ. തിരിച്ചു വരും, തിരിച്ചു പിടിക്കാൻ നമുക്ക്. പുതിയ തിരിച്ചു തലമുറയിലെ വരട്ടെ. കുട്ടികൾ അതൊക്കെ, പുതിയ തലമുറയിലെ കുട്ടികൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാണ് എന്റെ റീഡിങ് കേട്ടോ. അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 20% ആൾക്കാര് ഉം. ഇപ്പം നമ്മുടെ പറയും. പണ്ടൊന്നും നമുക്ക് ഈ വിമർശനമൊന്നും പറ്റിയില്ലായിരുന്നു, നിങ്ങളറിയോ? ഇപ്പം പച്ചയ്ക്ക് ആൾക്കാർ അങ്ങോട്ടും കൂടെ എല്ലാത്തിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ അപ്പൊ അത് നല്ല മാറ്റാണ്. അതിന്റെ ഒരു നല്ല പ്രതിഫലനം ഉണ്ടാവും സമീപ ഭാവിയിൽ തന്നെ പിന്നെ നമുക്കത് പ്രതീക്ഷിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചും കൊടുക്കുന്നുണ്ട്. പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഞാനിപ്പോ പോണം. എന്റെ വൈഫ് വിശ്വാസിയാണ്. എന്റെ മോനെ അമ്പലത്തിൽ കൊണ്ടുപോകാറുണ്ട്, എല്ലാം കൊണ്ട്. ഞാൻ പോവില്ല. ഞാൻ ആകെ പോവുകയാണെങ്കിൽ ഞാൻ പറയും പറശ്ശിനി കട പോവാ, ഞാൻ ഉള്ളിലൊന്നും കയറൂല. ആളെ പോയാൽ എനിക്ക് വല്ലാതെ ആശ്വാസം. ഞാൻ അവിടെ പോകും. ഇപ്പൊ മോനോട് ഞാനായിട്ട് ദൈവത്തിന്റെ ഒരു കാര്യവും പറയില്ല, ഞാൻ അവനോട് ദൈവം ഇല്ലാന്നും പറയില്ല. ഓൻ തന്നെ മനസ്സിലാക്കി. എന്നെ പോലെ ഞാനും ഓന്റെ പ്രായത്തിലൊക്കെ ദൈവം 10-18 വയസ്സ് മുതൽ ഒരു പ്രാവശ്യം ശബരിമലയ്ക്ക് പോയി. പിന്നെ ഇന്ത്യയിലെ ഒരു ടൂറിൽ പോയപ്പോ ഇന്ത്യയിലെ പല പിന്നെ പല ക്ഷേത്രങ്ങൾ, അമ്പലങ്ങളൊക്കെ ഇറങ്ങി. ഞാൻ പിന്നെ ഇങ്ങനെ മനസ്സിലാക്കി, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ പറഞ്ഞല്ലോ, എന്നെ ഒരു ദിവസം ഞാൻ ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യല. ഒരു ദിവസം എനിക്ക് മദ്യം അടിച്ചു വെച്ച് ഇങ്ങനെ അടിച്ചു. ആ ദിവസമാണ് പിന്നെ എനിക്കെന്തോ ഒരു കാലിനെന്തോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് എനിക്ക് 2 ദിവസം ലീവായിട്ട് ഞാൻ റൂമിൽ ഇരിക്കുക. ആ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ന്യൂസ് കേൾക്കുന്നത്. അതായത് കാസർഗോഡ് അങ്ങനെ സംസാരിക്കാനും കരയാനും ഉണ്ടാനൊന്നും പറ്റാത്ത ഒരു ഒരു 4-5 നായ്ക്കള് കടിച്ചു പോന്നില്ലേ. അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ ദൈവത്തിനായിട്ടുള്ള ഒരു ശത്രുത ഉണ്ടായി കളഞ്ഞു ദൈവത്തിനോട്. ഞാനന്ന് ഒരുപാട് മദ്യപിച്ച് ഞാൻ അന്ന് ദൈവത്തിന് ചീത്തയൊക്കെ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു, എനിക്കൊരു കാലിന് വേദനയായിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. ആ ഒരു മോനെ 4-5 നായ്ക്കളൊന്ന് കരയാൻ പോലും പറ്റാത്ത ആ നായ്ക്കൾ കടിച്ചു കീറി കൊല്ലുമ്പോ ദൈവം അറിയാണ്ടൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ദൈവം വായില് പുട്ടും തിരികെ ഇരിക്കുകയെന്ന് ചിന്തിച്ചുകൂടെ നമുക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചു. അത് ഓരോ ആളുകളുടെ കാഴ്ചപ്പാടിൽ ഓരോ ആളുകളുടെ വിശദീകരണമാണ്. ഇപ്പം നമ്മുടെ ബ്രൈറ്റ് കേരളൈറ്റ്സ് എന്ന് പറഞ്ഞ ചാനലില് ഇതേ സംഭവം മീൻസ് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന, ചെറിയ കുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അയാൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെതിരെ കുറെ ഇസ്ലാം മത വിശ്വാസികൾ ഇറങ്ങി. അത് അങ്ങനെയല്ല നിങ്ങൾ പഠിച്ചതിലെ മിസ്റ്റേക്കാണ്, ദൈവം അതൊക്കെ കാണുന്നതും അറിയുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു പരീക്ഷണാണ്, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഓരോ ആളുകൾക്ക്, നമുക്കിത് സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ ആലോചിക്കാനും കാണാനും കേൾക്കാനും പ്രയാസമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. ദൈവവിശ്വാസികളെ സംബന്ധിച്ച് എല്ലാം ദൈവത്തിന്റെ അടുത്തുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെ കണ്ടിരിക്കുക. അത് ഒന്നീ ദൈവത്തിന്റെ പരീക്ഷണം, അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാല് ഈ മുസ്ലിം ലോകം ആഘോഷിക്കുന്നത് കണ്ടോ, അള്ളാഹിനെയും ദൈവത്തിനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടോ, ആ ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പറയും. മനസ്സിലായി. അതേ സമയത്ത് മൊയ്ലിയാർക്ക് എന്തെങ്കിലും പറ്റിയാല് പറയോ, നല്ല ആൾക്കാരെ അള്ളാഹു എപ്പോഴും പരീക്ഷിച്ചോണ്ടിരിക്കും. ഇത് ഇങ്ങനെ ഒരു കലാപരിപാടി. ഞങ്ങളെ നാട്ടിൽ പറയാം, ദൈവം നമ്മളെ പഴയ ഒരു ടോക്ക് ഇതാണ്, ദൈവം അതങ്ങനെ എങ്ങനെ പറ്റി ദൈവം നേരത്തെ വിളിച്ചു, ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ട് നേരത്തെ വിളിച്ചു. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മള് ഭാവിയില് നമുക്ക് ആയിക്കോട്ടെ, നമുക്ക് ഇനിയും സംസാരിക്കാം. ഓക്കെ. ആ പയ്യന്റെ പേര് ഞാൻ ഇവിടെ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്, സിനാന്റെ. കാരണം ഞാൻ അത്യാവശ്യം ഈ കഥകളൊക്കെ ചെയ്തും ഈ തിരക്കഥകളൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമാ ബേസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ ടോക്കൊക്കെ ഒന്ന് അവർക്ക് വിട്ടുകൊടുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു കഥ പറയാനുള്ള അവസരം ഉണ്ടായി തന്ന വലിയ ഉപകാരമാണ്. ഈ ഗൾഫ് എന്തായാലും നമുക്കിത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്താൽ സൗണ്ട് വല്ലതും ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ? സൗണ്ട് ഈ സൗണ്ട് ഒക്കെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസം വരില്ല. സൗണ്ട് വ്യത്യാസം വന്നാല് മൊത്തം സ്പീഡൊക്കെ. പിന്നെ നമ്മൾ ഇതിനകത്ത് ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ പേര്, സ്ഥലം, അങ്ങനെയുള്ള നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ. എന്തായാലും ഇതൊരു സംസാരിച്ചതിൽ വലിയ സന്തോഷം. ഒരു ജബ്ബാർ മാഷ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാണുകയാണെങ്കിൽ ഞാൻ ഹായ് പറഞ്ഞെന്നും പറഞ്ഞു. പറയാം. ഓക്കെ, താങ്ക് യു. ശരി.